നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ആളിപ്പടർന്ന് പ്രതിഷേധം. വെസ്റ്റ് ഡബ്ലിനിൽ അയവില്ലാതെ പ്രതിഷേധം. അഭയാർത്ഥികൾക്കായി സർക്കാർ വാങ്ങിയ സിറ്റി വെസ്റ്റിലെ ഹോട്ടലിന് മുൻപിൽ ഇന്നലെ രാത്രിയും അക്രമ സംഭവങ്ങൾ ഉണ്ടായി. പാർക്ക് അടഞ്ഞുകിടക്കും. കൌണ്ടി കോർക്കിലെ ഫോട്ട വൈൽഡ് ലൈഫ് പാർക്ക് കുറച്ചുനാളുകൾ കൂടി അടച്ചിടും. പക്ഷിപ്പനി ബാധയെ തുടർന്നുള്ള ആശങ്കകൾ നിലനിൽക്കുന്നതിനെ തുടർന്നാണ് അധികൃതരുടെ നടപടി. ഞെട്ടിച്ച് കാതറിൻ കനോലിയുടെ ഡീപ് ഫേക്ക് വീഡിയോ. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി കാതറിൻ കനോലിയുടെ രാജിക്കത്ത് വീഡിയോ. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോ ആണ് കഴിഞ്ഞ 2 ദിവസമായി പ്രചരിക്കുന്നത്. ഹോട്ടൽ നിർമ്മാണത്തിന് അനുമതി. കോർക്ക് സിറ്റി സെന്ററിൽ പുതിയ ഹോട്ടലിന്റെ നിർമ്മാണത്തിന് അനുമതി. 220 ബെഡ്റൂമുകളുള്ള ഹോട്ടലിന്റെ നിർമ്മാണത്തിനാണ് ആസൂത്രണ കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നത്. വസ്ത്രവ്യാപാര ഭീമനായ H&Mന്റെ നികുതിക്ക് മുൻപുള്ള വരുമാനത്തിൽ വർധനവ്. കഴിഞ്ഞ വർഷം സ്ഥാപനത്തിന്റെ നികുതിക്ക് മുൻപുള്ള ലാഭം 5 മടങ്ങ് വർദ്ധിച്ചു. 3.87 മില്യൺ യൂറോ ആയിരുന്നു നികുതിക്ക് മുൻപുള്ള കമ്പനിയുടെ നേട്ടം. വെസ്റ്റ് ഡബ്ലിനിലുണ്ടായ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൂടുതൽ അറസ്റ്റ്. സംഭവവുമായി ബന്ധപ്പെട്ട് 23 പേരാണ് അറസ്റ്റിലായിട്ടുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ആക്രമണത്തിൽ 2 പോലീസുകാർക്ക് കൂടി പരിക്ക്. ഡീപ് ഫേക്ക് വീഡിയോയിൽ പ്രതികരിച്ച് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി കാതറിൻ കനോലി. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് വ്യാജ വീഡിയോ എന്ന് കനോലി പറഞ്ഞു. കുടുംബാംഗങ്ങൾക്കും ശിക്ഷ. ആഷ്ലിംഗ് മർഫി കൊലക്കേസിൽ മുഖ്യപ്രതി ജോസഫ് പുസ്കയുടെ കുടുംബാംഗങ്ങൾക്കും ശിക്ഷ വിധിച്ച് കോടതി. പുസ്കയുടെ സഹോദരങ്ങൾക്കും ഭാര്യയ്ക്കുമാണ് തടവ് ശിക്ഷ വിധിച്ചത്. പ്രചാരണം ഇന്ന് അവസാനിക്കും. അയർലൻഡിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണം ഇന്ന് അവസാനിക്കും. നാളെയാണ് വോട്ടെടുപ്പ്. നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ്. പ്രമുഖ സൂപ്പർമാർക്കറ്റ് ഭീമന്മാരായ ടെസ്കോയോട് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ട് വർക്ക് പ്ലേസ് റിലേഷൻസ് കമ്മീഷൻ. പാരാലിമ്പിക് അത്ലറ്റിന് പ്രവേശനം നിഷേധിച്ച സംഭവത്തിലാണ് നടപടി. ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കില്ല. വെർച്വലായിട്ടാകും അദ്ദേഹം ഉച്ചകോടിയുടെ ഭാഗമാകുക. ട്രംപുമായി കൂടിക്കാഴ്ചയില്ല. സ്ത്രീകളെ ജിഹാദ് പഠിപ്പിക്കാൻ ഓൺലൈൻ കോഴ്സുമായി ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ്. 500 പാക് രൂപയാണ് ഫീസ്. സ്ത്രീകൾക്കായി പ്രത്യേക സംഘടന രൂപീകരിച്ചതിന് പിന്നാലെയാണ് കോഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. മധ്യപ്രദേശിൽ ദീപാവലി ആഘോഷത്തിനിടെ കാർബൈഡ് ഗൺ ഉപയോഗിച്ചതിനെ തുടർന്ന് 14 കുട്ടികൾക്ക് കാഴ്ച നഷ്ടമായി. കണ്ണിന് പരിക്കേറ്റ 122-ലധികം കുട്ടികളാണ് ചികിത്സ തേടിയത്. 75% അഗ്നിവീറുകളെ സേനയിൽ നിലനിർത്തുമെന്ന് സൂചന. ആദ്യ ബാച്ചിന്റെ സേവന കാലാവധി അടുത്ത വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ അഗ്നിവീറുകളെ നിലനിർത്താൻ സർക്കാർ ആലോചിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഇതിനു പിന്നാലെ അദ്ദേഹത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചു. ഒക്ടോബറിലെ ക്ഷേമ പെൻഷനുകൾ 27 മുതൽ വിതരണം ചെയ്യും. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പാലക്കാടിന് കിരീടം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇൻക്ലൂസീവ് വിഭാഗത്തിൽ പാലക്കാടിന് കിരീടം. 90 പോയിന്റ് നേടി. രോഹിത് ശർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. ഓസ്ട്രേലിയക്കെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. 97 പന്തിൽ അദ്ദേഹം 73 റൺസ് എടുത്തു. വാരാന്ത്യത്തിൽ മഴ. അയർലൻഡിൽ ഈ വാരാന്ത്യത്തിൽ മഴ. ശനി മുതൽ തിങ്കൾ വരെ രാജ്യത്ത് ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മെറ്റാറാൻ പ്രവചിക്കുന്നത്. കേരള തീരത്ത് മോശം കാലാവസ്ഥ. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ള സാഹചര്യത്തിലാണ് വിലക്ക്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.